പാമ്പ് എന്ന് കേട്ടാൽ തന്നെ കണ്ടം വഴി ഓടുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. നമ്മളിൽ പലർക്കും ചേരകളെപ്പോലും ഭയമാണ്. എന്നാൽ ലോകത്തിലെ പാമ്പുകളുടെ കൂട്ടത്തിൽ 80% പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളാണ് എന്നതാണ് സത്യം. എന്നാൽ വിഷമുള്ള പാമ്പുകൾ മനുഷ്യർക്ക് വലിയ ഭീഷണിയുമാണ്. അത്തരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വിഷമുള്ള 10 പാമ്പുകളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ സ്കെയിൽഡ് വൈപ്പർ. ഏറ്റവും വിഷമുള്ള വൈപ്പറുകളിലൊന്നാണ് ഈ സോ സ്കെയിൽഡ് വൈപ്പർ. ഇതിന്റെ കടി കിട്ടിയാൽ വേഗം ചികിത്സിച്ചില്ലെങ്കിൽ മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവ കടിച്ചാൽ കടിയേറ്റ ഭാഗത്തുനിന്ന് രക്തമൊലിച്ചേക്കാം, ശരീരം മുഴുവൻ വേദന വരും, മോണയിൽ നിന്ന് രക്തവും വന്നേക്കാം. ചിലപ്പോൾ കടിച്ചയാൾ ചോര ഛർദ്ദിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയിൽ പാമ്പുകടി മൂലമുള്ള പല മരണങ്ങൾക്കും പ്രധാന കാരണം ഈ സോ സ്കെയിൽഡ് വൈപ്പറാണ്. ഇവയ്ക്ക് നീളം കുറവാണ്, അതായത് 1 മുതൽ 3 അടി വരെ മാത്രമാണ് ഇതിന്റെ നീളം. പക്ഷേ വളരെ ആക്രമണകാരിയും പെട്ടെന്ന് ദേഷ്യം വരുന്നവരുമാണ്. അപകടം മണത്താൽ ഇവ അതിവേഗം തിരിഞ്ഞുകുത്തും. ഈ പാമ്പിനെ കൂടുതലും ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിന്റെയും ആഫ്രിക്കയുടെയും ചില വരണ്ട പാറക്കെട്ടുള്ള പ്രദേശങ്ങളിലുമാണ് കാണുന്നത്. റസൽസ് വൈപ്പർ. ഈ റസൽസ് വൈപ്പർ വളരെ അപകടകാരിയാണ്. സോ സ്കെയിൽഡ് വൈപ്പറിനേക്കാൾ വിഷം കൂടുതലുള്ളവരുമാണ് ഇവർ. വളരെ വേഗത്തിൽ കൊത്തുന്ന സ്വഭാവമുള്ളതുകൊണ്ട് ലോകത്തിലെ മാരകമായ പാമ്പുകളിൽ ഒന്നാണ് ഇത്. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇവരെ കാണാറ്. ഇവയുടെ വിഷം രക്തം കട്ടപിടിക്കുന്നതിൽ പ്രശ്നമുണ്ടാക്കും. അത് കാരണം നമ്മുടെ ആന്തരികാവയവങ്ങൾ പ്രവർത്തനരഹിതമാകാം. ചികിത്സ കിട്ടാൻ വൈകിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിക്കാം. ഇന്ത്യയിൽ വർഷം ആയിരക്കണക്കിന് മരണങ്ങൾക്ക് ഈ പാമ്പ് കാരണമാകുന്നുണ്ട്. ഇനി ഇതിന്റെ കടി കിട്ടി രക്ഷപ്പെട്ടാൽ പോലും അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ പാമ്പുകൾക്ക് ഏകദേശം 3 മുതൽ 5 അടി വരെ നീളമുണ്ടാകും. ഇവയുടെ വേഗത കാരണം കുറഞ്ഞ ദൂരത്തുനിന്ന് പോലും ഇരകളെ പെട്ടെന്ന് കൊത്താൻ ഇവയ്ക്ക് കഴിയും. ടൈഗർ സ്നേക്ക്. തെക്കൻ ഓസ്ട്രേലിയയിൽ കാണുന്ന ടൈഗർ സ്നേക്ക് വളരെ വിഷമുള്ള പാമ്പാണ്. ഇതിന്റെ വിഷം നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതാണ്. ചികിത്സ കിട്ടിയില്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ മരണം വരെ സംഭവിക്കാം. ഇവ കൂടുതലും കാലുകളിലോ കഴുത്തിലോ ആണ് കടിക്കാറ്. ഇത് തളർച്ച, രക്തയോട്ടം കുറയൽ, അമിതമായി വിയർക്കൽ എന്നിവയിലേക്ക് നയിക്കും. ആന്റിവെനം കണ്ടുപിടിക്കുന്നതിനു മുൻപ് ഒരുപാട് പേർ ഇതിന്റെ കടിയേറ്റ് മരിച്ചിരുന്നു. അപകടകാരിയാണെങ്കിലും ഈ പാമ്പ് വളരെ പ്രകോപനമില്ലാതെ ആക്രമിക്കാറില്ല. കുടുങ്ങിപ്പോയി എന്ന് തോന്നുമ്പോൾ മാത്രമേ സാധാരണയായി ഇവ ആക്രമിക്കാറുള്ളൂ. വെള്ളത്തിനടുത്താണ് ഇവരെ കൂടുതലും കാണാറ്. ഇവയുടെ ശരീരത്തിൽ കടുവയുടെ പോലുള്ള വരകളുണ്ട്. ഫിലിപ്പൈൻ കോബ്ര. ഏറ്റവും അപകടകാരികളായ മൂർഖൻ പാമ്പുകളിലൊന്നാണ് ഈ ഫിലിപ്പൈൻ കോബ്ര. ഇതിന് 3 മീറ്റർ വരെ ദൂരത്തേക്ക് വിഷം ചീറ്റാൻ കഴിയും. ഇരയുടെ കണ്ണിലോ തൊലിയിലോ ആണ് സാധാരണയായി ഇത് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ വിഷം ശ്വസനത്തെയും ഹൃദയത്തെയും ബാധിക്കും. അത് കാരണം തളർച്ച, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ചിലപ്പോൾ ഹൃദയസ്തംഭനം എന്നിവയ്ക്ക് കാരണമാകാം. ഈ പ്രശ്നങ്ങളെല്ലാം വളരെ വേഗത്തിൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഫിലിപ്പീൻസിലാണ് ഇവരെ കാണാറ്. ഏകദേശം 1 മുതൽ 1.6 മീറ്റർ വരെയാണ് ഇവരുടെ നീളം. തവളകൾ, എലികൾ, ചിലപ്പോൾ മറ്റു പാമ്പുകൾ എന്നിവയൊക്കെയാണ് ഇവരുടെ ഭക്ഷണം. റാറ്റിൽ സ്നേക്സ്. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളാണ് ഈ റാറ്റിൽ സ്നേക്കുകൾ. വാലിന്റെ അറ്റത്തുള്ള കിലുങ്ങുന്ന ശബ്ദമുണ്ടാക്കുന്ന വളയങ്ങൾ കണ്ടാൽ ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാം. ദേഷ്യം വരുമ്പോഴോ കൊത്താൻ തയ്യാറാകുമ്പോഴോ ഇവ ഈ വാൽ കുലുക്കി ശബ്ദമുണ്ടാക്കും. കൊത്താൻ വേണ്ടി ഇവയ്ക്ക് ശരീരം ഉയർത്തിപ്പിടിക്കാൻ കഴിയും. ഇവയുടെ വിഷം ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കും. ചികിത്സ കിട്ടിയില്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിക്കാം. രക്ഷപ്പെടാനുള്ള സാധ്യത കൂട്ടണമെങ്കിൽ ആന്റിവെനം വേഗത്തിൽ നൽകേണ്ടത് അത്യാവശ്യമാണ്. റാറ്റിൽ സ്നേക്കുകൾക്ക് 1.6 മുതൽ 8 അടി വരെ നീളമുണ്ടാവാം. കൂടാതെ വിഷപ്പല്ലുകൾക്ക് 2 മുതൽ 3 വരെ സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും. കിങ് കോബ്ര. രാജവെമ്പാല എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. 10 മുതൽ 18 അടി വരെ നീളമുള്ള ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പാണിത്. ഇതിന്റെ വിഷം ചികിത്സിച്ചില്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയും. വിഷമുണ്ടെങ്കിലും ഇവ സാധാരണയായി മനുഷ്യരെ ഒഴിവാക്കുകയാണ് ചെയ്യാറ്. അപകടം മണത്താൽ മാത്രമേ ആക്രമിക്കുകയുള്ളൂ. ഈ പാമ്പുകൾക്ക് 20 വർഷം വരെ ജീവിക്കാൻ കഴിയും. ഇവയെ തെക്കുകിഴക്കൻ ഏഷ്യ, ഇന്ത്യ, തെക്കൻ ചൈന എന്നിവിടങ്ങളിലാണ് കാണാറ്. ബെൽച്ചേഴ്സ് സീ സ്നേക്ക്. തെക്കുകിഴക്കൻ ഏഷ്യയിലും വടക്കൻ ഓസ്ട്രേലിയയിലും കാണുന്ന ബെൽച്ചേഴ്സ് സീ സ്നേക്കിന്റെ വിഷം അതീവ വീര്യമുള്ളതാണ്. ഒരു ചെറിയ അളവുകൊണ്ട് പല ആളുകളെ കൊല്ലാൻ ഇതിന് കഴിയും. പക്ഷേ ഇത് കടലിലാണ് ജീവിക്കുന്നത്. മനുഷ്യരുമായി അധികം അടുക്കാറില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് ഇവയുടെ കടി കിട്ടുന്നത് വളരെ കുറവാണ്. ഇത് മനുഷ്യരെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. മീൻവലയിൽ കുടുങ്ങുന്നത് പോലെ പ്രകോപിപ്പിച്ചാൽ മാത്രമേ കടിക്കുകയുള്ളൂ. ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്ക്. ഓസ്ട്രേലിയയിൽ കാണുന്ന ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്കിന് വളരെ വീര്യമുള്ള വിഷമാണുള്ളത്. ചെറിയ ഒരംശം മതി ഒരാളെ കൊല്ലാൻ. കടിച്ചാൽ കഠിനമായ വേദന, രക്തസ്രാവം, കാഴ്ച മങ്ങൽ എന്നിവയൊക്കെ ഉണ്ടാകാം.
ഓസ്ട്രേലിയയിൽ പാമ്പുകടി മൂലമുള്ള പല മരണങ്ങൾക്കും ഈ പാമ്പാണ് കാരണമാകുന്നത്. ഈ പാമ്പുകൾക്ക് 2 മീറ്റർ വരെ വളരും. കൂടാതെ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ്. ഇരകളെ വേഗം വേട്ടയാടി പിടിക്കും. ഇവ ചലനങ്ങളോട് പ്രതികരിക്കും. അതുകൊണ്ട് അനങ്ങാതെയിരിക്കുന്നത് ആക്രമണം കുറയ്ക്കാൻ സഹായിക്കും. ബ്ലാക്ക് മാംബ മണിക്കൂറിൽ 20 കിലോമീറ്റർ വരെ വേഗത്തിൽ ഏറ്റവും വേഗതയേറിയ പാമ്പുകളിലൊന്നാണ് ബ്ലാക്ക് മാംബ. ഇതിന് പലതവണ കടിക്കാൻ കഴിയും. ചികിത്സ കിട്ടിയില്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ മനുഷ്യനെ കൊല്ലാൻ കഴിയുന്ന വലിയ അളവിലുള്ള വിഷം ഇത് കുത്തിവെക്കും. ആഫ്രിക്കയിൽ ഒരുപാട് പാമ്പുകടി മരണങ്ങൾക്ക് ഇത് കാരണമാകുന്നു. ആശുപത്രികളിൽ ഉടൻ തന്നെ ആന്റിവെനം നൽകുന്നത് പതിവാണ്. ഇതിന്റെ നിറം ഒലിവ്, തവിട്ട് അല്ലെങ്കിൽ ചാരനിറമായിരിക്കും. പക്ഷേ വായുടെ ഉൾഭാഗം കറുപ്പാണ്. അതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് മാംബ എന്ന് വിളിക്കുന്നത്. കാട്ടിൽ ഇവ ഏകദേശം 11 വർഷം ജീവിക്കും. പക്ഷേ കൂട്ടിലിട്ടാൽ 20 വർഷം വരെ ജീവിക്കാൻ സാധ്യതയുണ്ട്. ഇൻലാൻഡ് തൈപ്പാൻ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പാണ് ഈ ഇൻലാൻഡ് തൈപ്പാൻ. ഇതിന്റെ വിഷം അങ്ങേയറ്റം ശക്തമാണ്. ഒരൊറ്റ കടിയിൽ പല ആളുകളെ കൊല്ലാനുള്ള ശക്തി ഇതിനുണ്ട്. മധ്യ ഓസ്ട്രേലിയയിൽ കാണുന്ന ഇതിനെ വെസ്റ്റേൺ തൈപ്പാൻ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ സ്നേക്ക് എന്നും വിളിക്കാറുണ്ട്. ഇതിന്റെ വിഷം റാറ്റിൽ സ്നേക്കിന്റെയോ മൂർഖന്റെയോ വിഷത്തേക്കാൾ ഒരുപാട് ശക്തിയുള്ളതാണ്. ഇത് മനുഷ്യരെ ഒഴിവാക്കി വിദൂര പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ മനുഷ്യമരണം രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും കടി കിട്ടിയാൽ ഉടൻ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഏതായാലും ഇക്കൂട്ടത്തിൽ നിങ്ങൾ ഏതൊക്കെ പാമ്പുകളെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.